ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ 10 ഓഫ് വാണ്ട്സിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ പ്രതീക്ഷയോട് കൂടി കൂടുതൽ അധ്വാനിച്ചു തുടങ്ങുന്നു എന്നാണ്. ഇതിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്, പക്ഷേ അത് നിങ്ങളിവിടെ ഒറ്റയ്ക്ക് ചെയ്യണം എന്നൊക്കെ ഒരു ചിന്തയിലാകാം നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ടാവാം. മറ്റുള്ളവർക്ക് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് ഒന്നും തന്നെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഫാമിലിയിലെ ആ ഒരു ഫുൾ ഉത്തരവാദിത്വവും ചിലപ്പോൾ നിങ്ങൾ മാത്രമായിരിക്കാം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളതിൽ ഒരുപാട് സന്തോഷവും കണ്ടെത്തുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ നിങ്ങളോട് ഡിവൈൻ പറയുന്നത് നിങ്ങൾ അമിതമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. വിട്ടുകൊടുക്കേണ്ട ചില കാര്യങ്ങളിൽ നിങ്ങൾ അത് വിട്ടുകൊടുക്കാൻ ശ്രമിക്കുക എന്നാണ്. അത് നിങ്ങൾ ഒറ്റയ്ക്ക് ചുമക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ കൂടെയുള്ളവർ ചെയ്യേണ്ട കാര്യങ്ങളും കൂടി നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അത് അവർക്ക് നിങ്ങൾ വിട്ടുകൊടുക്കുക. അപ്പോൾ ഒരു ടീമായിട്ട് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന ഒരു മെസ്സേജ്. അതുപോലെ തന്നെ ഈ സമയം നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ക്ഷീണമൊക്കെയുള്ള ആളുകൾ ഒന്ന് റെസ്റ്റ് എടുക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് 3 ഓഫ് പെന്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ ചില ആൾക്കാർക്ക് ഒന്നിലധികം ആളുകൾ ചെയ്യേണ്ട ജോലി ഈ സമയം നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ സഹായം ഇല്ലാതെ നിങ്ങൾക്കത് സക്സസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം ഒന്നും തന്നെ ഇല്ലാതെ നിങ്ങളുടേതായ ക്രിയേറ്റീവ് കഴിവ് ഉപയോഗിച്ച് പുതിയൊരു കാര്യത്തിന് തുടക്കം കുറിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബുദ്ധിപരമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ സമയം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് മറ്റുള്ളവർ അഭിനന്ദിക്കുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാകും. മാത്രമല്ല നിങ്ങൾക്ക് ഇത്രയും കഴിവുണ്ടെന്ന് മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ സൃഷ്ടികൾക്ക് രൂപം കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം ഒന്നും തന്നെ ഇല്ലാതെ നിങ്ങളുടേതായ ക്രിയേറ്റീവ് കഴിവ് ഉപയോഗിച്ച് പുതിയൊരു കാര്യത്തിന് തുടക്കം കുറിക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നെങ്കിൽ മനസ്സിലാവാം, നിങ്ങൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്, മറ്റുള്ളവർ അവിടെ നോക്കി നിൽക്കുകയാണ്. പക്ഷേ നിങ്ങൾക്കത് ഒറ്റയ്ക്ക് ചെയ്യാമെന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. അങ്ങനെ നിങ്ങളത് ചെയ്ത് ഒരു വിജയം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു 3 ഓഫ് പെന്റക്കിൾസിൽ അങ്ങനത്തെ ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ കുറേ അധികം ആളുകൾ നിങ്ങളെ സഹായിക്കാൻ വരുമായിരിക്കാം, പക്ഷേ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആരുടെയും സഹായം വേണ്ട എന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 7 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജിയാണ് പിന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങളെ ഉപദ്രവിച്ച ആൾക്കാരുടെ കുറേ രഹസ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു സമയമാണ്. അതായത് എന്തൊക്കെയാണ് പാസ്റ്റിൽ സംഭവിച്ചത്, ചില കാര്യങ്ങൾ ഹിഡൻ ആയിരുന്നിരിക്കാം.
നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരുപക്ഷെ സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ആരൊക്കെയാണ് നിങ്ങളെ ഉപദ്രവിച്ചത്, നിങ്ങളെ പിറകിൽ നിന്ന് കുത്തിയവർ ആരൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ചത് ആരാണ് എന്നൊക്കെ ഈ സമയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ എന്ത് കാരണം കൊണ്ടാണ് മറ്റു വ്യക്തികൾ നിങ്ങളെ ഉപദ്രവിച്ചത്, അല്ലെങ്കിൽ അവർ നിങ്ങളെ വിഷമിപ്പിച്ചത്, എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് അവർക്കങ്ങനെ ചെയ്യേണ്ടി വന്നത്, അതൊക്കെ ഈ സമയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഒന്നിനോടും ഒരു ഭയമോ അങ്ങനെയൊന്നും തോന്നില്ല എന്നുള്ളതാണ്. എന്തു വന്നാലും അതിനെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു മനോഭാവമാണ് നിങ്ങൾക്ക് ഈ ഒരു സമയം തോന്നുന്നത് എന്നാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പേടിയുമില്ല. നിങ്ങൾക്ക് എന്ത് കാര്യം ചെയ്യാനും ഒരു ആത്മധൈര്യമുണ്ട്. പിന്നെ ഇവിടെ ജസ്റ്റിസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന വേദനകൾക്ക്, ആ ഒരു ചീറ്റിങ്ങിന്, നിങ്ങളുടെ കഷ്ടപ്പാടിനുമൊക്കെ നീതി ലഭിക്കാത്തതെന്ത് എന്നോർത്ത് വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ഇതിൽ ചില ആൾക്കാർക്ക് ഇത് കോടതി സംബന്ധമായ എന്തോ ഒരു കാര്യത്തിനായിരിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നല്ല കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ സത്യം ജയിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് നീതി കിട്ടാത്തത് ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെങ്കിൽ അറിയാതെ എന്തെങ്കിലും സംഭവിച്ചതിലായിരിക്കാം. അങ്ങനെ എന്താണെങ്കിലും നിങ്ങളിവിടെ വിഷമിക്കേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് നീതി ഉറപ്പാണ്. അതിൽ ഒരു വിഷമവും നിങ്ങൾക്കിനി വേണ്ട എന്നുള്ളതാണ്. ഒരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണ്. മാത്രമല്ല ഈ സമയം നിങ്ങൾക്കൊരു ക്ലാരിറ്റിയൊക്കെ കിട്ടുന്നുണ്ട്. നിങ്ങൾ ക്ലാരിറ്റി വേണമെന്ന് ആഗ്രഹിച്ച ഏതോ ഒരു കാര്യത്തിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്നുവെന്നും കാണുന്നുണ്ട്. അപ്പോൾ ജസ്റ്റിസ് ആണ്. നിങ്ങൾ എന്ത് കാര്യത്തിനാണോ എനിക്കൊരു നീതി വേണം എന്ന് പ്രതീക്ഷിച്ചിരുന്നത്, ആ ഒരു കാര്യത്തിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീതി ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 6 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളെ മറ്റുള്ളവർ അറിയപ്പെടാൻ തുടങ്ങുന്നു എന്ന് പറയാം. അതായത് നിങ്ങൾ എന്താണ് എന്ന് മറ്റുള്ളവർ അറിഞ്ഞു തുടങ്ങുന്ന ഒരു സമയമാണിത്. അത് ചിലപ്പോൾ നിങ്ങളുടെ കഴിവ് മാത്രമല്ല, നിങ്ങൾ എന്തായിരുന്നുവെന്ന് നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുന്ന ഒരു സമയമാണ് ഇത്. അപ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ചു പോയ ആൾക്കാർ നിങ്ങളെ മനസ്സിലാക്കുകയും അവർ നിങ്ങളെ അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മാത്രമല്ല നിങ്ങൾ വേറൊരു തലത്തിലായി കഴിഞ്ഞു എന്നുള്ളതാണ്. നിങ്ങൾ ട്രാൻസ്ഫോമായി. അപ്പോൾ ആ ഒരു പഴയ അവസ്ഥയിലേ അല്ല എന്നുള്ളതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ വിജയം മറ്റുള്ളവർ ആഘോഷിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം നിങ്ങൾക്ക് വരുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ അവഗണിച്ചവരും വിട്ടുപോയവരുമൊക്കെ നിങ്ങളുടെ വിജയം ആഘോഷിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിലൊരു ഗ്രോത്ത് ആണ്, നിങ്ങളൊരു വളർച്ചയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ ആ ഒരു വേദനയും വിഷമങ്ങളും ഒക്കെ അവസാനിച്ച് ഒരു വിക്ടറിയിലേക്ക് വരുന്നൊരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വിജയം ഈ സമയം ഉണ്ടെന്നുള്ളതാണ്. പിന്നെ ഇവിടെ അടുത്തതായിട്ട് വന്നിട്ടുള്ളതും 4 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. ഇതിൽ ഒരുപാട് സന്തോഷവും ആഘോഷങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം. മാത്രമല്ല നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ബന്ധങ്ങളിലും വളരെ വലിയ സമാധാനം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ 6 ഓഫ് വാൻസും കൂടെ വന്നപ്പോൾ നിങ്ങളുടെ തന്നെ ഒരു നേട്ടം അത് നിങ്ങൾക്കിവിടെ ആഘോഷിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അത് ചിലപ്പോൾ നിങ്ങൾ വീട് വയ്ക്കുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലി ലഭിക്കുന്നതാവാം. ഇത് കൂടുതൽ ആൾക്കാർക്കും നിങ്ങൾ വീട് വയ്ക്കുന്നതാകാം. അപ്പോൾ ഇതിലൊരു വീടിൻ്റെ എനർജിയും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വീട് വയ്ക്കുന്നതായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ വിവാഹം കഴിക്കുന്നതുമായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ ആഗ്രഹിച്ച എന്തൊക്കെയോ കാര്യങ്ങൾ അത് സക്സസ്ഫുൾ ആയിട്ട് നടക്കുന്നതിൻ്റെ ഒരു സന്തോഷം ഉണ്ടെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ഏസ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിലൊരു സ്നേഹമാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ മനസ്സ് നിറച്ചും സ്നേഹമാണ്.
അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരുപാട് സ്നേഹിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളെ തന്നെ പ്രണയിക്കാനുള്ളൊരു സാഹചര്യം നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രണയം എത്തിച്ചേരാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. ചിലപ്പോൾ ആരെങ്കിലും ഒരു മെസ്സേജോ ഒരു കോളോ, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്നും അങ്ങനത്തെ ഒരു മെസ്സേജോ കോളോ ഒക്കെ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റീവ് എനർജി ഉണരുന്ന സമയമാണ്. നിങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ സന്തോഷിപ്പിക്കുകയും നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ് ഈ ഒരു സമയം നിങ്ങൾക്കെന്നുള്ളതാണ്. അപ്പോൾ ഒരു പുതിയ തുടക്കമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാര്യം അത് ഈ ഒരു സമയം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനൊക്കെ ഈ ഒരു സമയം സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല, എന്തോ സംതിങ് സ്പെഷ്യൽ ആണ് ഞാൻ എന്നൊരു തോന്നലൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് തോന്നുമെന്നുള്ളതാണ്. മാത്രമല്ല ചില വ്യക്തികളെ പറ്റിയുള്ള ആ ഒരു ധാരണ നിങ്ങൾക്ക് മാറുന്നുണ്ട്. അതായത് ചില വ്യക്തികളുടെ സ്വഭാവം ഇങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുമാത്രമല്ല ഒരാളിപ്പോൾ നിങ്ങളോട് എന്താണ് പറയാൻ പോകുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി തീർച്ചയായിട്ടും ഈ ഒരു സമയം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കം തന്നെയാണ്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാകാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിലാവാം. അപ്പോൾ ഇവിടെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ലവേഴ്സാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ നല്ലൊരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. അതായത് വളരെ പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതിവിടെ എൻഡ് ആകുന്നു എന്നുള്ളതാണ്. ഒരു പുതിയ തുടക്കം തീർച്ചയായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ ഉള്ളവർക്ക് ആ ഒരു സിറ്റുവേഷൻ മാറുന്ന സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. ഇതിൽ പാസ്റ്റിൽ റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് വരാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. കാരണം നമുക്കിവിടെ ബോട്ടം വന്നിട്ടുണ്ടായിരുന്നത് നൈറ്റ് ഓഫ് സോൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു നൈറ്റ് ഓഫ് സോൾസിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാകാം അത്. അപ്പോൾ ആ വ്യക്തി വളരെ വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അവർ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ പെട്ടെന്നൊരു തീരുമാനമെടുത്ത് അവർ നിങ്ങളിലേക്ക് എത്തുന്നതുമാകാം. അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ഇവിടെ എൻഡ് ആകുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് ഒരു കോളോ മെസ്സേജോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളിലേക്ക് എത്താനുള്ളൊരു സാഹചര്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ എംപ്രസിൻ്റെ ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും അത് നിങ്ങൾക്ക് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ്. ഒരു അബൻഡൻ്റ് ആയിട്ടുള്ളൊരു എനർജിയാണിത്. അതുപോലെ തന്നെ ഇതിൽ ധാരാളം പൈസ നിങ്ങളിലേക്ക് വരാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെയൊക്കെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കഴിവുകളിലും നിങ്ങളുടെ വ്യക്തിത്വത്തിലും ഒക്കെ വിശ്വസിക്കുക. നമുക്ക് ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും ഉള്ളൊരു എക്സ്പീരിയൻസ് അല്ല നിങ്ങൾക്കുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകളുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ക്രിയേറ്റീവ് എനർജി ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പഠിക്കാനോ ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ പാസ്റ്റിലും ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ അത് നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ സബലീകരിക്കുന്ന ഒരു സമയമാണ്. അതിനുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്കില്ലുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെട്ട ആ ഒരു കാര്യത്തിലേക്ക് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുന്ന എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതിൽ ഒരു പുതിയ സൃഷ്ടി ഉണ്ടാകുന്ന എനർജിയാണ്. അത് ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അപ്പോൾ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്.
അപ്പോൾ ഈ സമയം മറ്റുള്ളവർ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങളെ കാണുമ്പോൾ തന്നെ ആളുകൾക്കൊരു പോസിറ്റീവ് ഫീൽ ഉണ്ടാകും, അവർക്കൊരു അട്രാക്ഷനൊക്കെ തോന്നുമെന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളുടെ അടുക്കൽ ഇരിക്കാനും അങ്ങനെയൊക്കെ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു എനർജിയാണിത്. പിന്നെ ഇവിടെ 10 ഓഫ് പെന്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങളുടെ കുടുംബത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാമ്പത്തിക സ്ഥിരത ഉണ്ടാക്കുകയും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഒരു ലോങ് ടൈം ആയിട്ട് വേണ്ട ഒരു കാര്യം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. കുറേ ആൾക്കാർക്ക് വീടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഹാപ്പി ന്യൂസ് കേൾക്കാം, അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ടതോ പൈസയുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടതോ അങ്ങനെ നിങ്ങൾക്ക് നല്ല നല്ല വാർത്തകളൊക്കെ ഈ സമയം കേൾക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പിന്നെ കുടുംബസ്വത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന നിങ്ങൾക്ക് അർഹതപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് നല്ലൊരു വാർത്ത നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. കാരണം ഇവിടെ നമുക്ക് ജസ്റ്റിസും ഒക്കെ വന്നിട്ടുണ്ട്. ഒരു നീതി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും അത് ഈ ഒരു സമയം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ പൈസയുടെ കാര്യത്തിലൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് വരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത്രയധികം ഹാർഡ് വർക്ക് ചെയ്ത ആ കാര്യത്തിനുള്ള ഫലം ഈ ഒരു സമയം നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ വേൾഡ് കാർഡാണ്. ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെയും അത് എന്താണെങ്കിൽ പോലും ഈ ഒരു സമയം അത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. കാരണം നിങ്ങളുടെ ഒരു കാലഘട്ടം പൂർത്തിയാകുന്ന ഒരു സമയമാണ്. ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ പരിശ്രമിച്ചിരുന്ന എന്തോ ഒരു കാര്യത്തിന് ഫലം കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു കംപ്ലീഷനാണ്. അതായത് ഈ ഒരു വേൾഡ് എന്ന് പറയുന്നത്, ഈ ഒരു വേൾഡ് കാർഡ് എന്ന് പറയുന്നത് ഒരു കംപ്ലീഷനാണ്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത ആ ഒരു കാര്യം അതിൽ നിന്നും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നു എന്നാണ്. ഇത് ചിലപ്പോൾ നിങ്ങളൊരു പ്രോജക്റ്റ് പൂർത്തിയാക്കുന്നതായിരിക്കാം. അപ്പോൾ കുറേ കാലം കൊണ്ട് സ്ട്രഗിൾ ചെയ്തിരുന്ന നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റാത്ത എന്തോ ഒരു കാര്യം അത് നിങ്ങളിവിടെ പൂർത്തിയാക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ കൂടുതലും മറ്റുള്ള ആളുകളിലേക്ക് അറിയപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ്. ഇതിൽ 6 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ എല്ലാവരും അറിയപ്പെടുന്ന ഒരു വിജയം നിങ്ങളെ തേടിയെത്തുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ യൂട്യൂബേഴ്സ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മറ്റു മേഖലയിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ വലിയൊരു വളർച്ചയുടെ ഘട്ടത്തിലാണ് നിങ്ങൾ കടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അത്തരത്തിൽ വലിയൊരു വളർച്ചയുടെ ഘട്ടത്തിലേക്ക് നിങ്ങൾ കടക്കുന്ന സമയമാണ് എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുക. അപ്പോൾ ഈ സമയം നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളഞ്ഞ് പൂർണ്ണതയിൽ എത്തേണ്ട ഒരു സമയമാണ്. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ വേറെ ഏതോ ഒരു രാജ്യത്തേക്കൊക്കെ പോകുന്ന ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉറക്കമില്ലാത്ത രാത്രികളിൽ നിന്ന് നിങ്ങൾ പുറത്തു കടക്കുന്നു എന്നുള്ളതാണ്. അതായത് ഉറക്കമില്ലാത്ത രാത്രികളിൽ കൂടി കടന്നുപോയ ആൾക്കാർക്ക് നിങ്ങൾക്ക് ഈ ഒരു സമയം സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന ഒരു സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുത്ത ആ ഒരു സംതൃപ്തിയോടെ, ആ ഒരു സമാധാനത്തോടെ നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ടെമ്പറൻസ് ആണ്. അപ്പോൾ ഇതിലൊരു ബാലൻസ് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ഓവർ തിങ്ക് ചെയ്ത് നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ ഡൗൺ ആക്കി വെക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഒരുപാട് ചിന്തിക്കുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അത് നിങ്ങൾ മതിയാക്കുക. നമ്മൾ ഓവർ റിയാക്ട് ചെയ്യുന്നതും അതൊക്കെ നിങ്ങളൊന്ന് മതിയാക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ ഏത് കാര്യത്തിലും ഇടപെടുകയും മറുപടി പറയുകയും ഒക്കെ ചെയ്യുന്നത് അത് അതിൻ്റെ ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ചെയ്യാതെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ശ്രദ്ധിക്കാതിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തോട് ശാന്തവും സ്ഥിരവുമായ ഒരു സമീപനം നിലനിർത്തണം എന്നുള്ളതാണ്. മറ്റൊരു വ്യക്തിയെ ഒന്നിനും വേണ്ടി നിങ്ങൾ നിർബന്ധിക്കാൻ പാടില്ല എന്നുള്ളതാണ്. മാത്രമല്ല സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ നിങ്ങൾ മുന്നും പിന്നും നോക്കാതെ തീരുമാനമെടുക്കരുത് എന്നൊരു മെസ്സേജ് കൂടി നിങ്ങൾക്ക് നൽകുന്നുണ്ട്.
അതുപോലെ തന്നെ അമിത ചിലവൊക്കെ നിയന്ത്രിച്ച്, അതായത് ഒരുപക്ഷെ നിങ്ങൾക്ക് വരവിനേക്കാൾ ചിലവായിരിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന പൈസ നിങ്ങൾക്കൊന്ന് ശരിക്ക് കാണാൻ പോലും കിട്ടുന്നുണ്ടാവില്ല, അത് അപ്പോൾ തന്നെ തീരുന്ന ഒരു സാഹചര്യമാകാം. അപ്പോൾ ഈ ഒരു സമയം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെയും ഒന്ന് ബാലൻസിൽ കൊണ്ടുവരണം എന്നൊക്കെ ഒരു തോന്നലൊക്കെ വരുമെന്നുള്ളതാണ്. ഒന്ന് അമിത ചിലവ് നിയന്ത്രിക്കണം എന്നൊക്കെ ഒരു ചിന്ത ഈ ഒരു സമയം തോന്നി തുടങ്ങുന്ന എനർജിയും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ മൂൺ കാർഡാണ്. ഇതിൽ ഈ സമയം നിങ്ങൾ ആലോചിക്കുന്ന ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഹിഡൻ ആയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ, നിഗൂഢമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നിലനിൽക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത് എന്താണ് എന്ന് മനസ്സിൽ വിചാരിക്കുന്ന ആളുകൾക്ക് അത് നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാതെ ഭയപ്പെടുകയോ ടെൻഷൻ അടിക്കുകയോ ഒക്കെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. ഇതിൽ ഒരു പേടി കാണുന്നുണ്ട്. അപ്പോൾ അതായത് അങ്ങനെ സംഭവിക്കുമോ, ഇങ്ങനെ സംഭവിക്കുമോ എന്നൊക്കെയുള്ളൊരു ഭയം ഒരു പക്ഷേ നിങ്ങൾക്കുണ്ടാവാം. അപ്പോൾ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നും തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവായിട്ട് ഒന്നും തന്നെ സംഭവിക്കില്ല എന്നുള്ളതാണ്. നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അതുപോലെ തന്നെ സൈക്കിക് എബിലിറ്റി കൂടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷനിലൂടെ പല കാര്യങ്ങളും തിരിച്ചറിയാൻ പറ്റുന്നു എന്നുള്ളതാണ്. എന്താണ് ചെയ്യേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു സമയം നിങ്ങൾ ഡിവൈനുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയും ഉണ്ട്. പിന്നെ ഇവിടെ 10 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഫാമിലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷ വാർത്തകളൊക്കെ കേൾക്കാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹം നിങ്ങൾക്ക് കുടുംബത്തിലുള്ളവരോട് പ്രകടിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ വിട്ടുകളയാൻ ശ്രമിക്കുക. നമ്മുടെ ഉള്ളിലെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ അതൊന്നും നമ്മുടെ കുടുംബത്തോട് കാണിക്കാതിരിക്കുക. എപ്പോഴും സ്നേഹത്തോടെ അല്ലെങ്കിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒക്കെ ഇരിക്കുന്നത് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ എനർജി അവരിലേക്ക് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഫാമിലിയോടൊപ്പം സന്തോഷത്തോടെയൊക്കെ ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുമാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പല നല്ല കാര്യങ്ങളും ചെയ്തു കൊടുക്കുവാനും സാധിക്കുമെന്ന് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ക്യൂൺ ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടുള്ളൊരു സക്സസ് നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റോടുകൂടി ഈ സമയം ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾക്കുള്ള ഫലം അത് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് ഈ ഒരു സമയം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു എനർജിയിലാണ് ഈ സമയമുള്ളത്. മാത്രമല്ല ഈ ഒരു സമയം നിങ്ങളുടെ മുന്നിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ പോലും അതൊക്കെ കൃത്യമായിട്ട് വിശകലനം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു എനർജി അത് വളരെ സ്റ്റേബിൾ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് ആർക്കും നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യാനൊന്നും പറ്റൂല, അല്ലെങ്കിൽ പ്രവോക്ക് ചെയ്യാൻ പറ്റൂല. അങ്ങനത്തെ ഒരു എനർജിയാണ്. ആരെങ്കിലും നിങ്ങളെ ഈ സമയം എന്തെങ്കിലും തരത്തിൽ ഒന്ന് പ്രവോക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക, ഞാൻ പ്രവോക്ഡ് ആകേണ്ട ആവശ്യമില്ല, ഞാൻ ഈ സമയം ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കേണ്ട ഒരു സമയമാണ്. അതായത് നിങ്ങളിവിടെ ക്ഷമയോടെ ഇരിക്കേണ്ട ഒരു സമയമാണ് എന്ന് മനസ്സിലാക്കുക. ഇതിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറകിൽ ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ മുന്നിൽ നിന്ന് ഏറ്റെടുത്ത് നടത്തേണ്ട എന്തെങ്കിലും ഒരു കാര്യം ഈ സമയം നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം ഇതെനിക്ക് ഒരു വിജയത്തിൽ എത്തിക്കാൻ സാധിക്കുമോ എന്നൊക്കെ ചിന്തിച്ച് ഒരുപാട് വിഷമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യം നിങ്ങൾക്ക് വിജയത്തിൽ എത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഏറ്റെടുക്കുന്ന ഏതൊരു കാര്യവും അത് വിജയത്തിലെത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.